സയൻസ് ഫെയറിനൊക്കെ എങ്ങനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ അതിൽ നല്ലൊരു പ്രൈസ് നേടാം? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പല സ്ഥലത്തും സെർച്ച് ചെയ്യാറുണ്ട്. കാരണം സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സയൻസ് ഫെയർ, മാത്സ് ഫെയർ, IT ഫെയർ, സ്പോർട്സ്, ആർട്സ്, ഇങ്ങനെ പല മേളകളുടെ ഒരു ടൈമാണ്. ഒരു സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ലെവലിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി സബ് ഡിസ്ട്രിക്റ്റ് വരും, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, അങ്ങനെ സ്റ്റേറ്റിലൊക്കെ ഒരു പ്രൈസോ അല്ലെങ്കിൽ ഒരു A ഗ്രേഡെങ്കിലും കിട്ടുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും എയിം ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ അതിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ 10th-ലും +1-ലും +2-ലൊക്കെ മാത്തമാറ്റിക്സ് ഫെയറിന് സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു വർഷം സ്റ്റേറ്റിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു വർഷം A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിലോട്ട്, ആ ഒരു സംഭവത്തിലോട്ട് നമ്മൾ ഒരുപാട് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗൈഡൻസിൻ്റെ ബേസിലാണ് അന്ന് നമുക്കൊക്കെ ആ ഒരു രീതിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ പല സ്കൂളുകളിൽ നിന്നും പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരൊക്കെയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ ഐഡിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സയൻസ് ഫെയർ ആയിക്കോട്ടെ, മാത്സ് ഫെയർ, IT ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളിലോട്ടൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ടായിരിക്കും നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ഇങ്ങനെയുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മാത്സിലാണെങ്കിൽ ജോമെട്രി ചാർട്ട്, അപ്ലൈഡ് കൺസ്ട്രക്ഷൻ, പ്യുവർ കൺസ്ട്രക്ഷൻ, ജോമെട്രിക്കൽ ചാർട്ട് പോലെ തന്നെ വേറെയും ഒരുപാട് നമ്പർ ചാർട്ടുകൾ, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. IT-ലാണെങ്കിൽ ഇതുപോലെ ഐറ്റംസ് ഉണ്ട്. സയൻസ് ഫെയറിലും സോഷ്യൽ സയൻസിലും എല്ലാത്തിലും എന്തുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഏത് ഐറ്റം ആയിക്കോട്ടെ, അതിൽ ചിലതൊക്കെ ഓൺ ദ സ്പോട്ട് ആയിരിക്കും. അത് അവിടുന്ന് ഒരു 3 hours ഒക്കെ തന്നിട്ട് അവിടുന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങളായിരിക്കും. മാത്സിലൊക്കെ 1-2 ഐറ്റംസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഓൺ ദ സ്പോട്ടാണ്. എനിക്കൊരു പ്രൊജക്റ്റ് മാത്രമാണ്, സിംഗിൾ പ്രൊജക്റ്റും ഗ്രൂപ്പ് പ്രൊജക്റ്റും മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റുക. ബാക്കി കാര്യങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടാണ്. അവിടെ 3 hours തന്നിട്ട് ആ മേള നടക്കുന്ന സയൻസ് ഫെയറോ അല്ലെങ്കിൽ മാത്സ് ഫെയറോ നടക്കുന്ന അവിടെ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. അതുപോലെ തന്നെ സയൻസിലും കുറേ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനാലിറ്റി ആൻഡ് എത്തിക്കൽ കണ്ടക്ട് എന്നുള്ളതാണ്. നമ്മൾ കൊണ്ടുപോകുന്ന ഐഡിയ അല്ലെങ്കിൽ നമ്മളവിടെ ചെയ്യുന്ന കാര്യം അത് ഒറിജിനൽ ആയിരിക്കാം. വേറെ എവിടെയെങ്കിലും കട്ടെടുത്തതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കോപ്പി അടിച്ചതോ എന്നുള്ളതിൻ്റെ പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ് അത് എന്നെങ്കിൽ അതിൻ്റെ ഇവാലുവേഷന് ആളുകൾ വരുമ്പോൾ, ജഡ്ജസ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇമ്പ്രഷൻ ഉണ്ടാകും. അവർ എല്ലാ വർഷവും കാണുന്ന പല കുട്ടികളും കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരേ സംഭവം തന്നെയാണ് വീണ്ടും നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുതുമയൊന്നുമില്ല, അല്ലെ, ഒരു വെറൈറ്റി ഇല്ല. അപ്പം അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ഐഡിയ നമ്മുടെ സ്റ്റൈലിലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയും ആ കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ പോയിന്റ് കിട്ടും, അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് എപ്പോഴും ഒരു എത്തിക്കലി നമ്മൾ ചെയ്യുക, അതായത് വേറെ ആൾക്കാർ കോപ്പി അടിച്ച് ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് സബ്ജക്റ്റിലായാലും, സയൻസ്, മാത്സ്, IT, സോഷ്യൽ സയൻസ്, ഏതിലായാലും നമ്മൾ ഈ ഒരു സംഭവം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് യുവർ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ, ഇപ്പോൾ നല്ല സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് അവർ ഐറ്റം കണ്ടുപിടിക്കാനും ആ ഐറ്റം നിങ്ങൾക്ക് തരാനും നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനൊക്കെ ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ള ഒരു ഐറ്റം ആവാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചതാവാം, നിങ്ങളുടെ പാരൻസ് കണ്ടുപിടിച്ച് തന്നതാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതവിടെ കോമ്പറ്റീഷന് കൊണ്ടുപോകുന്നത് എന്ത് രീതിയിലാണ്, നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഐറ്റം, നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംഭവം, ഒരു ഐഡിയ എന്നുള്ള രീതിയിലാണ് അവിടെ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജഡ്ജസ് എന്താ നോക്കുക, നിങ്ങൾക്ക് എത്രമാത്രം ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ട് എന്നുള്ള. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മര്യാദക്കൊന്നും പറയാൻ കിട്ടുന്നില്ല, അതിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്താ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ഐഡിയ അല്ല. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്റ്റ് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഐറ്റം കൊണ്ടുപോകുന്നുണ്ട്, വർക്കിംഗ് മോഡലോ, സ്റ്റിൽ മോഡലോ, നമ്പർ ചാർട്ട്, ജോമെട്രിക്കൽ ചാർട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, നല്ലൊരു ഐഡിയ വേണം. അതിനെക്കുറിച്ച് എവിടെ നിന്ന് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ആധികാരികമായിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഐഡിയ ആയിട്ട് മാറുള്ളൂ, നിങ്ങളുടെ പ്രൊജക്റ്റ് ആയിട്ട് മാറുള്ളൂ, നിങ്ങളുടെ വർക്കിംഗ് മോഡലായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടിയതായിക്കോട്ടെ, നിങ്ങൾ ആഹാരം ഹെൽപ്പ് ചെയ്തതായിക്കോട്ടെ, നിങ്ങൾക്കായിരിക്കണം അതിൻ്റെ ഒരു അതോറിറ്റി, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് അണ്ടർസ്റ്റാൻഡ് യുവർ പ്രൊജക്റ്റ്. നിങ്ങളുടെ പ്രൊജക്റ്റ് എന്താണ്, പ്രൊജക്റ്റ് ഉദ്ദേശിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഐഡിയ, ആ ഐഡിയ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ലൊരു ബോധം വേണം. അല്ല എന്നുണ്ടെങ്കിൽ അവർ ജഡ്ജസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും ഇത് എവിടുന്നോ തട്ടിക്കൂട്ടി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരാളെ മോഡൽ എടുത്ത് കൊടുക്കുന്നതാണെന്ന് അപ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യണം, അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡ്ഹറൻസ് ടു റൂൾസ് എന്നുള്ളതാണ്. അതായത് പലപ്പോഴും പല മോഡൽസിനും പല റൂളുകളുണ്ടാവും.
എസ്പെഷ്യലി ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഇപ്പോൾ ഒരു മാത്തമാറ്റിക്സ് ഫെയർ. ഇപ്പോൾ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ പ്യൂർ കൺസ്ട്രക്ഷനാണ്. പ്യൂർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 hours കൊണ്ട് 3 മണിക്കൂർ കൊണ്ട് ഓൺ ദി സ്പോട്ടിൽ നമ്മളൊരു 3 ചാർട്ട് പേപ്പറുകളിൽ കൺസ്ട്രക്ഷൻസ് ചെയ്യാം. അപ്പോൾ ആ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റൂളർ ആൻഡ് പെൻസിൽ ആൻഡ് കോമ്പസ്. ഓക്കെ, റൂളർ, പെൻസിൽ, കോമ്പസ്, ഈ 3 ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ആ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുക. നമുക്ക് മെഷർമെൻറ്റിലുള്ള ഒരു സ്കെയിലോ വേറെ പൊട്രാക്ടറോ സെറ്റ് സ്ക്വയറുകളോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. മെഷർമെൻ്റ് ഒന്നും ഇല്ലാത്തൊരു റോഡ്, അതാണ് റൂളർ, കോമ്പസ്, അതുപോലെ പെൻസിൽ. ഈ 3 ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 3 ചാർട്ടുകൾ എന്ത് ചെയ്യാം, അവിടുന്ന് കൺസ്ട്രക്ട് ചെയ്യാം. 3 ചാർട്ടിൽ പല ഡയഗ്രാംസ് ആയിട്ടോ അല്ലെങ്കിൽ എന്ത് കോൺസെപ്റ്റ് വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. 3 hours ആണ് ടൈം കിട്ടുക. അപ്പോൾ ആ 3 hoursൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 3 ചാർട്ടുകൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പസ്, പെൻസിൽ, റൂളർ, ഈ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പലപ്പോഴും ഞാനൊക്കെ സബ് ഡിസ്ട്രിക്റ്റിൽ പോകുന്ന സമയത്ത് അവിടെ കണ്ടിട്ടുണ്ട് സ്കെയിൽ ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്, പൊട്രാക്ടർ ഉപയോഗിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബേസിക് റൂള് പോലും അറിയാതെയാണ് അവർ പലപ്പോഴും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഒരു പക്ഷേ അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ബേസിക് റൂള് പോലും അറിയാതെ വരുമ്പോൾ ജഡ്ജസ് വന്ന് നോക്കുമ്പോൾ എന്താ, ഇവരതിൻ്റെ റൂള് പോലും പാലിച്ചിട്ടില്ല. സ്കെയിൽ ഉപയോഗിക്കരുത് പറഞ്ഞ സ്ഥലത്ത് സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. മെഷർമെൻറ്റ് എടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ 1 centimeter 2 centimeter എന്നൊക്കെ പറയുന്ന പോലെ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ പറ്റാത്ത ഐറ്റമാണ് പ്യൂർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പാടില്ല, സ്കെയിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അത് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ്, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതുപോലെ ഓരോ ഐറ്റത്തിനും അവർ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും. ആ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 3 ചാർട്ട് പേപ്പേഴ്സിൽ എന്ന് പറഞ്ഞാൽ 3 ചെയ്യാൻ പാടുള്ളൂ, 4 5 ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ മാത്സിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ഏത് ഐറ്റത്തിനാണെങ്കിലും അവർ തന്നിട്ടുള്ള റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് പ്രസൻറ്റേഷൻ സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ഐറ്റം കൊണ്ടുപോകുകയാണെങ്കിലും അത് ജഡ്ജസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. ആ പ്രസൻറ്റേഷൻ കണ്ടിട്ടാണ് അവർക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാവാൻ പോകുന്നത്. ആ പ്രസൻറ്റേഷനിലാണ് നിങ്ങളുടെ ഐഡിയ എത്രമാത്രം ഇന്നോവേറ്റീവ് ആണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിനൊരു ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവേണ്ട ഇവിടുന്ന ആ ഒരു പ്രസൻറ്റേഷനിൽ നിന്നാണ്. അല്ലാതെ അവർക്ക് ജസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം അവർ ജസ്റ്റ് ഒരു 5 minutes 10 minutes ആയിരിക്കും നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ 10 minutes കൊണ്ടൊന്നും അവർക്ക് ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് മനസ്സിലാവുന്നില്ല. കാരണം അത് കുറേ ടൈം എടുത്തെങ്കിൽ തന്നെ അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ട്, എന്നാൽ വെറുതെ ഓവറാക്കരുത്. ഓക്കെ, വളരെ ഓവറാക്കാതെ പോയിന്റ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞ് പഠിച്ചിട്ട് വേണം അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ. പോകുന്നതിന് മുന്നേ, കോമ്പറ്റീഷന് മുന്നേ ഒരുപാട് തവണ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഒരു 5 minutes ആണ് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ ടൈം എങ്കിൽ ആ 5 minutesനകത്ത് നിങ്ങൾക്ക് ഒതുക്കാൻ പറ്റണം. ഒരു 10-15 minute ഒന്നും പോകരുത്. കൃത്യമായിട്ട് ടൈമിൻ്റെ അകത്ത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടെ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഇനി ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പിൽ 2 പേരുണ്ടെങ്കിൽ ഒരാൾ എന്തൊക്കെ പറയണം, അടുത്ത ആൾ എന്തൊക്കെ പറയണം എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഫ്ലോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആദ്യത്തെ ആൾ ഇന്ന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇയാൾ എന്നുള്ള രീതിയിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രസൻറ്റേഷൻ പോകേണ്ടത്. അല്ലാതെ വെറുതെ പോകരുത്. ഓക്കെ, പല ആളുകളും നല്ല ഐറ്റം കൊണ്ടുപോകും, നല്ല കിഡിലൻ ഐറ്റം ആയിരിക്കും, പക്ഷേ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല, അവർ മാർക്ക് തരില്ല. അപ്പോൾ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, പോയിന്റ്സ് ഒന്നും മിസ്സാവരുത്. മിസ്സാവാത്ത രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രസൻറ്റേഷന് അവരുടെ മുന്നിൽ പോകേണ്ടത്. ഓക്കെ, സോ ലാസ്റ്റ് പോയിന്റ് ലേൺ ഫ്രം ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു സബ് ഡിസ്ട്രിക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ സബ് ഡിസ്ട്രിക്റ്റിൽ ചിലപ്പോൾ ജഡ്ജസ് എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് പറയും. ഓക്കെ, ആ ഫീഡ്ബാക്ക് പറയുമ്പോൾ നമ്മൾ വല്ലാതെ തന്നെ കൗണ്ടർ ചെയ്യാൻ നോക്കരുത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ ചൂണ്ടിക്കാണിക്കും, ഇങ്ങനത്തൊരു മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് മിസ്റ്റേക്കാണ്. പക്ഷേ നമ്മളത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നെഗറ്റീവായിട്ട് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഓവർകം ചെയ്യാൻ, എങ്ങനെയെങ്കിലുമൊക്കെ അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നൊരു പ്രവണത പലപ്പോഴും പല സ്റ്റുഡൻസിലും കാണാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അവരെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ സർ അത് ഒന്നൊരു മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ഞാനത് കറക്റ്റ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അവർ പറയുന്ന ഫീഡ്ബാക്കിനെ അക്സെപ്റ്റ് ചെയ്യാം. ചില സമയത്ത് ചിലപ്പോൾ ജഡ്ജസ് വളരെ ബ്ലണ്ടറായുള്ള ഫീഡ്ബാക്സും പറയും. അങ്ങനെ സംഭവിക്കട്ടോ. കാരണം ജഡ്ജസായിട്ട് വരുന്ന ആളുകൾ എല്ലാവരും ഭയങ്കര അടിപൊളി ആയിക്കോളും നിർബന്ധമില്ല. ചിലർ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പറയും. ചിലപ്പോൾ അത് മണ്ടത്തിലായിരിക്കും അവർ പറയുന്നത്, അത് നമുക്കറിയാം. പക്ഷേ അതെന്ത് ചെയ്യാൻ പോകണ്ട, അവരെ കൗണ്ടർ ചെയ്യാൻ പോകണ്ട. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ആവശ്യമാണല്ലോ ഇതിൽ പ്രൈസ് വിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ചില സമയത്ത് ചില ജഡ്ജസൊക്കെ ഇപ്പം അത്ര ക്വാളിറ്റി ഇല്ലാത്ത ജഡ്ജസൊക്കെ വരികയാണെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ അവർ ചിലപ്പോൾ അവരൊന്ന് ടോപ്പ് ആവാൻ വേണ്ടിയിട്ട് പറയുന്നതാവും. ഓക്കെ, നമുക്കിതൊക്കെ അറിയുന്നതാണ്, നമ്മൾ കുറേ കാലമായിട്ട് തുടങ്ങിയതാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ ആയിരിക്കും അവർ പറയുന്നത്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട, അവരതിൻ്റെ മോൾക്കിൽ സാറ് പറഞ്ഞ റോങ് ആണ്, സാറ് പറഞ്ഞ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൗണ്ടർ ചെയ്യാൻ നിൽക്കേണ്ട. അവരോട് ജസ്റ്റ് കേട്ടിട്ട് ഓക്കെ സാർ അടുത്തതിൽ ഞാൻ ശരിയായിക്കോളാം, അല്ലെങ്കിൽ അടുത്തതിൽ നമ്മൾ എന്തായാലും അത് ഇൻക്ലൂഡ് ചെയ്യും, കൺസിഡർ ചെയ്തോളാം എന്നുള്ള കാര്യത്തിൽ അവരൊന്ന് ഹാപ്പി ആക്കിയിട്ട് വിടുക. ഓക്കെ, അത്രയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട
കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ. നമ്മളിപ്പോൾ ചില ആളുകൾ പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവരെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കൗണ്ടർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞാൽ അവരെ സോപ്പിട്ട് കൊണ്ടെടുക്കുക നമ്മൾ പറയും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അത് കാരണം ഇതിലെല്ലാവരും പല ടൈപ്പ് ആളുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരും അടിപൊളിയാവണം, എല്ലാവരും ഭയങ്കര ഉഷാറാവണം അങ്ങനെയൊന്നുമില്ല. ഇതിൽ പല ടൈപ്പ് ആളുകൾ വരും. അടിപൊളിയായിട്ടുള്ള ആൾക്കാർ വരും, കുറച്ച് മീഡിയ ആയിട്ടുള്ള ആൾക്കാർ വരും, ഒന്നും അറിയാത്ത ആൾക്കാരൊക്കെ വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അത് നമ്മുടെ ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് എപ്പോഴും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുപോകുക, നിങ്ങളുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന സംഭവത്തിനെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അതുപോലെ തന്നെ അതിൻ്റെ റൂൾസ് എന്താണോ അതിൽ കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലേൺ ഫ്രം ഫീഡ്ബാക്ക്, അവർ തരുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് ലേൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് എല്ലാ ലെവലിലും സബ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഡിസ്ട്രിക്റ്റിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഓരോ ലെവലിലോട്ട് പോകുമ്പോഴും നിങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. സ്റ്റേറ്റ് ലെവലിലൊക്കെ എത്തുമ്പോൾ ബെസ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റണം. എന്നാലേ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം കേരളത്തിലുള്ള പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള പല കിടിലൻ ഐറ്റംസ് വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ്റം അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്താൽ നടക്കാവുന്നേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല, ട്രൈ ചെയ്താൽ നടക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ ഇതുപോലെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരും. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. സോ എല്ലാവർക്കും വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്.